ബ്യൂട്ടിഫുൾ സോൾസ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും കുറേ സീക്രട്സ് ഉണ്ട്. നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന, ആരോടും പറയാൻ ആഗ്രഹിക്കാത്ത കുറേ കാര്യങ്ങൾ. അത് സീക്രട്സ് എന്നല്ല പറയാൻ പറ്റുക, അത് നമ്മൾ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്പേസാണ്. അങ്ങനെ ഇരിക്കുമ്പോഴും ഈ പ്രൈവറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് തുറന്നു പറയാൻ പറ്റുന്ന ഒരാൾ, അതിപ്പോൾ ആരും ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിന് ഒരു രീതിയിലും ബാധിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഒരു രീതിയിലും നമ്മളെ ഉപദ്രവിക്കില്ല എന്നുറപ്പുള്ള ഒരു വ്യക്തി അങ്ങനെ കിട്ടുവാണെങ്കിൽ അത് നല്ലതാണ്. ആ സ്പേസിൽ അധികം കാര്യങ്ങൾ കുത്തി നിറയ്ക്കാതെ പറ്റാവുന്നത്ര ഷെയർ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആശ്വാസം ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ വന്നാലും ഈ ആളോട് ചെന്ന് പറയാം, കാരണം ഇതിൻ്റെ തുടക്കം തൊട്ട് ഇയാൾക്ക് അറിയാം എന്നുള്ളൊരവസ്ഥ, അത് ഭയങ്കര സേഫ് സോണാണ്. അല്ലെങ്കിൽ അത് ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ആയിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ചിലപ്പോൾ മക്കളാവും, ചിലപ്പോൾ ഭർത്താവാവും, ആരും ആവാം, ചിലപ്പോൾ ഒരു നല്ല സുഹൃത്താവാം. പക്ഷേ അതിൽ ഭയങ്കര റിസ്ക് ഫാക്ടറുണ്ട്. ഏതൊരാളോട് പറയുമ്പോഴും അവരുടേതായിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സ് അതിനകത്തുണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും അല്ലാതെ, ജഡ്ജ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ നമ്മളെ കേട്ടിരുന്ന് നമ്മൾ പറയുന്ന അതേ അർത്ഥത്തിൽ മനസ്സിലാക്കി എന്തും പറയാൻ പറ്റുന്നൊരു സുഹൃത്ത് അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ ചിലപ്പോൾ വീണു പോവും. നമുക്ക് നമ്മളെ തന്നെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ആ ഒരു അവസ്ഥയിൽ നിന്ന് കരകയറ്റി കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ വ്യക്തിയായിരിക്കും. എല്ലാം അറിയുന്ന ഒരാൾ, നമ്മളായി മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ, അത് ഭയങ്കര ഒരു ഹെൽപ്പായിരിക്കും. അങ്ങനെ ഒരാളെ കണ്ടു കിട്ടുകയാണെങ്കിൽ, പക്ഷെ ഒരിക്കലും ധൃതി പിടിച്ച് ഒരാളിൽ എൻഡപ്പ് ചെയ്യരുത്. കുറേ നാൾക്ക് പരിചയത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു വൈബൊക്കെ സെറ്റ് ആവുകയാണെങ്കിൽ മാത്രം. അതല്ലെങ്കിൽ അത് ഭയങ്കര വേഴ്സായിട്ടായിരിക്കും എഫക്റ്റ് ചെയ്യുക. ഹാപ്പി റിഫ്ലക്റ്റിംഗ്.